നമസ്കാരം. ഞാനിന്ന് വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായ കൊട്ടിയൂരാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണകാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂർ എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികൾ. കാട്ടിൽ നിന്നും ഒരു ചെറിയ നടത്തമകലെ വലിയ കുന്നുകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈശാഖ മഹോത്സവ വേളയിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുള്ളൂ. 8 മണിക്കൂർ നീണ്ട ക്യൂവിൽ മഴ നനഞ്ഞ് പ്രകൃതി സൗന്ദര്യം തൊട്ടറിഞ്ഞുള്ള യാത്രയിൽ മനഃശാന്തി കിട്ടിയ മറ്റൊരു യാത്ര ഞാൻ ശബരിമലയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആദ്യമായി ഞാൻ ബാവലിപ്പുഴയുടെ നാഥനെ കണ്ടു. ശേഷം തൊഴുതിറങ്ങി അവിടുത്തെ പ്രധാന വഴിപാടുകളായ അപ്പവും അരവണയും വാങ്ങി. അതിനുശേഷം നേരെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലും കയറി തൊഴുതു. ഞാൻ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത് ശനിയാഴ്ച രാവിലെയായിരുന്നു. ഞായറാഴ്ച രാവിലെ അവിടെ എത്തുകയും ചെയ്തു. അതുമല്ല, നമുക്ക് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങളും ആദ്യം എവിടെ കയറി തൊഴണോ, അല്ല അക്കരെ കൊട്ടിയൂർ തൊഴണോ അതോ ഇക്കരെ കൊട്ടിയൂർ കയറി തൊഴണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കേരള പോലീസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നിയന്ത്രിക്കാനും ട്രാഫിക് നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായങ്ങൾ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ കൊട്ടിയൂർ ദേശത്തിലേക്ക് എത്തുന്നുണ്ട്. 2 ദിവസത്തെ കനത്ത മഴയിൽ ബാവലിപ്പുഴയിൽ വെള്ളം കൂടുകയും കുറേ ആളുകൾ ഒഴുക്കിൽപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. പുഴയിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പ്. മഴ നനഞ്ഞ് ബാവലിപ്പുഴയും കടന്ന് സന്നിധിയിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഒരു വട്ടം പോയാൽ ഒരിക്കൽ കൂടെ പോകാൻ തോന്നിക്കുന്ന എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. 12 മണിക്കൂറത്തെ ക്യൂവും 8 മണിക്കൂറത്തെ സ്ട്രഗിളിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ സന്നിധിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. നമ്മൾ ശബരിമലയിലേക്ക് പോകുന്ന പോലെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി ഒരു 2 മലയുടെ ഇടുക്കിലുള്ളൊരു ക്ഷേത്രം, അവിടെ ഓലമേഞ്ഞ കുടിലുകൾ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും പോയി തൊഴേണ്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണിത്. വൈശാഖ മഹോത്സവ വേളയിൽ 28 ദിവസം മാത്രം തുറന്നിരിക്കുന്ന ഈ അമ്പലത്തിലേക്ക് 10,000ങ്ങളാണ് ആൾക്കാരുകൾ വന്ന് തൊഴുതു പോകുന്നത്. ഒരുപാട് തിക്കും തിരക്കിയും ഒക്കെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ മാക്സിമം ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള രീതിയിൽ കാണാതിരിക്കുക. കാരണം ഞാൻ കണ്ടു ശബരിമലയിലൊക്കെ പോയിട്ട് തന്നെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു കാടിനെയും ആ ഒരു പരിസ്ഥിതിയൊക്കെ മലിനമാക്കുന്ന രീതിയിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അത് മലയാളികളെന്നല്ല, അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. ഭക്തിയുടെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ ബാവലിപ്പുഴയുടെ പാലം കടന്ന് കയറി ചെന്ന് ആദ്യം കണ്ടെന്ന് പറഞ്ഞാൽ ഒരു കിണറിന് ചുറ്റിലും ഒരുപാട് കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. പിന്നെ പുറത്തിറങ്ങി വന്നപ്പോൾ അവിടെ ഇതുപോലെ അടുക്കി വെച്ചു. ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് നോക്കിയിട്ട് എനിക്കത് കിട്ടിയതുമില്ല. കൊട്ടിയൂരിലെത്തുന്ന ഓരോ ഭക്തജനങ്ങളും മടങ്ങുന്ന വേളയിൽ വാങ്ങുന്ന ഓടപ്പവും വാങ്ങാനും അത് നിർമ്മിക്കുന്നത് കാണാനും ഞാൻ മറന്നില്ല. വെള്ള നിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്നവ കാണാൻ തന്നെ എന്തൊരു രസമാണ്. ദക്ഷയാഗം നടത്തിയ കർമ്മിയുടെ താടി പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ഏക ദേവസ്ഥാനമാണ് അക്കരെ കൊട്ടിയൂർ. ഇത് ഭവനത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം, ഗുളികദോഷം, ശനിദോഷം, രാഹു, കേതു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കരുതുന്നത്. അക്കരെ കൊട്ടിയൂരിൽ നിന്ന് മടങ്ങുന്ന എല്ലാവരുടെ കയ്യിലും തിരിച്ചു പോകുമ്പോൾ ഒരു ഓടപ്പൂ നിർബന്ധമായി ഉണ്ടാകും എന്നൊരു ഐതിഹ്യമാണ്. എല്ലാവരും അത് ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ട് വാങ്ങി വീട്ടിൽ തൂക്കിയിടുന്നു.